കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അനന്തു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. തിരുവനന്തപുരത്തെ ലോഡ്ജ് മുറിയിലാണ് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത നിലയിൽ പോലീസ് കണ്ടെത്തിയത്. എന്നാൽ ആ ചെറുപ്പക്കാരന്റെ ആത്മഹത്യക്കുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചറിയാൻ പോലീസിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നില്ല. ആ ചെറുപ്പക്കാരന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ആ ചെറുപ്പക്കാരൻ താൻ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം ഓരോന്നായി എണ്ണി അനന്തു എഴുതിവെച്ചു എന്നുള്ളതാണ്. RSS എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ചും ആ സംഘടനയുടെ ശാഖകളിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന പല പീഡനങ്ങളുടെയും ക്രൂരതകളുടെയും കാര്യങ്ങൾ എണ്ണി അനന്തു തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിവെച്ചു. അതിൽ ഒരുപാട് കാര്യങ്ങൾ അനന്തു പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായും പറയുന്നത് അത്തരം RSS ശാഖകളിൽ വെച്ചുകൊണ്ട് തനിക്ക് വലിയ രീതിയിലുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് താൻ ഇരയാകേണ്ടി വന്നു എന്നുള്ളതാണ്. അതും ചെറുപ്പകാലം മുതൽക്ക് തന്നെ 3-4 വയസ്സുള്ള സമയത്ത് പോലും തനിക്കിത്തരത്തിൽ മാനസികമായും ശാരീരികമായുമുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു കുറിച്ചുവെച്ചത്. ആ കുറിപ്പിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. എന്നെ RSS ക്യാമ്പിൽ വെച്ച് ഒരാൾ സെക്ഷുവലി യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും വെറുപ്പുള്ള ഒരു സംഘടനയില്ല. ഞാനതിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം. ലൈഫിൽ ഒരിക്കലും ഒരു RSSകാരനെ ഫ്രണ്ടാക്കരുത്. നോട്ട് ഓൺലി ഫ്രണ്ട്, നിങ്ങളുടെ അച്ഛനാണെങ്കിൽ, ബ്രദറാണെങ്കിൽ, നിങ്ങളുടെ സണ്ണാണെങ്കിൽ പോലും അവരെ ലൈഫിൽ നിന്നും ഒഴിവാക്കുക. അത്രയ്ക്ക് വിഷം കൊണ്ട് നടക്കുന്നവരാണ് RSSകാർ, ദ റിയൽ അബ്യൂസേഴ്സ്. ആളുടെ നെയിം ഞാൻ ഓർക്കുന്നില്ല. ബട്ട് ITC ആൻഡ് OTC ഈ 2 ക്യാമ്പിൽ വെച്ചും ഞാൻ സെക്ഷുവൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. നോട്ട് ഓൺലി സെക്ഷുവൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസും നേരിട്ടിട്ടുണ്ട്. എന്നെ കാരണമില്ലാതെ അടിച്ചിട്ടുണ്ട്. അവരുടെ ദണ്ടുപയോഗിച്ച് തല്ലിയിട്ടുണ്ട്. ഞാനീ പറഞ്ഞത് അവർ എന്നോട് ചെയ്ത കാര്യം മാത്രമാണ്. അവർ ഒരുപാട് പേരെ സെക്ഷുവലി ആൻഡ് ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവരുടെ ക്യാമ്പുകളിൽ നടക്കുന്നത് അബ്യൂസാണ്. ഞാൻ ഇതിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. ഐ നോ എന്നെ ആരും വിശ്വസിക്കില്ല. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി പ്രൂഫ്സ്. ഞാൻ എൻ്റെ ലൈഫാണ് പ്രൂഫായിട്ട് തരുന്നത്. എനിക്ക് അത്രയ്ക്ക് വിഷമമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നത്. ഇനി ലോകത്തൊരു കുട്ടിക്കും എനിക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കരുത്. ലൈഫിൽ ഒരിക്കലും RSSകാരനുമായി ഇടപഴകരുത്. ഓൾസോ എന്നെ അബ്യൂസ് ചെയ്ത എന്നും ഒരു സജീവ RSS BJP പ്രവർത്തകനാണ്. എനിക്കറിയാം ഞാൻ മാത്രമല്ല ഇവന്റെ ഇര. മറ്റു പല കുട്ടികളും ഇവന്റെ അടുത്തുനിന്ന് അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. ഓൾസോ ഫ്രം RSS ക്യാമ്പസ്. ഒരുപാട് കുട്ടികൾ ഇവരുടെ RSS ക്യാമ്പിലും അതോടൊപ്പം ശാഖയിലും വെച്ചുകൊണ്ട് അബ്യൂസ് അനുഭവിക്കുന്നുണ്ട്. ഇവരൊക്കെ രക്ഷപ്പെടുത്തി പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കുക എന്നത് വളരെ ആവശ്യമായ കാര്യമാണ്. ഇവൻ കാരണം സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുള്ള ആൾക്കാർ പുറത്തു വന്ന് പറയണമെന്നാണ് എനിക്കുള്ളത്. കാരണം ഇവനെ പോലെയുള്ളവരെ എക്സ്പോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇവൻ ഇനിയും പലരെയും അബ്യൂസ് ചെയ്തിരിക്കും. അവനൊരു കുട്ടി ഉണ്ടായാൽ അതിനെ വരെ അബ്യൂസ് ചെയ്യും. അത്രയ്ക്ക് വിഷമാണ് ഇവൻ. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആ ചെറുപ്പക്കാരൻ അതിൽ കുറിച്ചു വെക്കുന്നുണ്ട്. ആ ഒരു കുറിപ്പുകളിൽ ആ ചെറുപ്പക്കാരൻ അനുഭവിച്ച ആ വേദനകൾ, ആ മാനസിക പ്രയാസങ്ങൾ, ശാരീരിക പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ടായിട്ടുള്ളതെന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ ഒരിക്കലും ഒരു RSSകാരനെ ഫ്രണ്ടാക്കരുതെന്നാണ് അനന്തു പറഞ്ഞു വെക്കുന്നത്. അതിപ്പോൾ സ്വന്തം അച്ഛനായാലും ശരി, മകനായിരുന്നാലും ശരി, സഹോദരനായിരുന്നാലും ശരി, RSSകാരനാണെങ്കിൽ അവരെ ഒഴിവാക്കി നിർത്തണമെന്നാണ് അനന്തു പറയുന്നത്. ആ ചെറുപ്പക്കാരൻ അങ്ങനെ അത് പറഞ്ഞു വെക്കണമെന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരൻ എത്രത്തോളം മാനസിക പീഡനങ്ങളും പ്രയാസങ്ങളും അവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. നോക്കിയവിടെ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ എന്നെന്ന് പറയുന്ന ഒരു പേര് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വ്യക്തമായ ആരാണെന്ന് അനന്തു പറയുന്നില്ല. അതിനുശേഷം ഈ ഒരു ആത്മഹത്യാക്കുറിപ്പ് വലിയ വിവാദമായി മാറി. ദേശീയ തലത്തിൽ പോലും ഇത് ചർച്ചയായി മാറി എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ വെളുപ്പിക്കാൻ സംഘികൾ രംഗത്ത് വന്നു. ഈ ഒരു വിഷയം പോലും അത് മുസ്ലിം തീവ്രവാദികൾ, ജിഹാദികളാണ് ഇതിനെ കെട്ടിച്ചമച്ചത് എന്നുള്ള തരത്തിൽ പോലും ഈ ഒരു വിഷയത്തെ മാറ്റി തിരിച്ചുവിടുവാൻ വേണ്ടി സംഘികൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൊരു സംഘി സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: തിരുവനന്തപുരത്ത് ലോഡ്ജ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട അനന്തുവാജിയുടെ മരണത്തിൽ ദുരൂഹത. RSSനെതിരായ കള്ളപ്രചാരണം എന്തിനുവേണ്ടി? ഇൻസ്റ്റഗ്രാമിൽ ആത്മഹത്യാക്കുറിപ്പ് പോസ്റ്റ് ചെയ്തത് ആര്? ഇസ്ലാമിക തീവ്രവാദികളുടെ പങ്ക് അന്വേഷിക്കുക. നോക്കി, ചെറുപ്പക്കാരൻ മരണപ്പെടുമ്പോൾ അവസാനമായി തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിവെച്ചത് RSS എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ചാണ്. അവിടെ നടക്കുന്ന കൊടും ക്രൂരതകളെക്കുറിച്ചാണ്. അതെല്ലാം തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടും ഇതിന്റെ പിന്നിൽ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാമിക തീവ്രവാദികളാണ് എന്ന് പറയുന്ന ഈ സംഘികളുടെ മാനസിക നില എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കണം. ഈ ലോകത്ത് എവിടെ എന്തു സംഭവിച്ചാലും അതെല്ലാം മുസ്ലിമീങ്ങളുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുന്ന ഈ സംഘികളുടെ പ്രവണത അത് നാം ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല, വർഷങ്ങളായി കാണാൻ തുടങ്ങുന്നു. നോക്കിയൊരു ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ അബ്യൂസ് ചെയ്ത ആ വ്യക്തിയുടെ പേര് എന്നും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
ആരാണെന്ന് കൃത്യമായി പേര് വെളിപ്പെടുത്തിയിട്ടില്ല. സംഘികൾ ഈ ഒരു വിഷയത്തെ വഴിമാറ്റിവിടാൻ ശ്രമിക്കുന്ന ഈ ഒരു സമയത്താണ് അനന്തുവിന്റെ പുതിയൊരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷമായത്. അനന്തു ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്തു വെച്ച ഒരു വീഡിയോ ആയിരുന്നു അത്. താൻ മരണപ്പെട്ടതിന് ശേഷം RSSന്റെ ശാഖകളിൽ നടക്കുന്ന ക്രൂരതകളും അത്തരം പീഡനങ്ങളുടെയും കഥ ലോകം കേൾക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം അനന്തു ആ ഒരു വിഷയം ഷെഡ്യൂൾ ചെയ്തു വെച്ചത്. വളരെയധികം സങ്കടത്തോടുകൂടിയും വിഷമത്തോടുകൂടിയുമാണ് ആ ചെറുപ്പക്കാരൻ ആ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. മാത്രമല്ല, ആത്മഹത്യാക്കുറിപ്പിൽ NM എന്നുള്ള പേരായിരുന്നുവെങ്കിൽ ഇവിടെ ഈ വീഡിയോയിൽ അത് ആരാണ് എന്നുള്ളത് കൃത്യമായി ആ പേര് ഇവിടെ അനന്തു വെളിപ്പെടുത്തുന്നുണ്ട്. എനിക്ക് 3-4 വയസ്സുള്ള ഡെവിനടുത്തുള്ള ഒരാളെന്നെ കണ്ടിന്യൂസ്ലി സെക്സ്വലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നെ അബ്യൂസ് ചെയ്ത ആളിപ്പോ നല്ല കല്യാണം കഴിച്ച് നല്ലതായി അവരൊന്നും ഒന്നും അറിയണ്ട. അവിടെ ഐ എം സഫറിംഗ്. അയാൾ എനിക്ക് 3-4 വയസ്സുള്ള കണ്ടിന്യൂസ്ലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പേടിയായിരുന്നു. അപ്പോൾ തുറന്ന അടുത്തെങ്കിലും പറഞ്ഞു ഐ ഡോണ്ട് നോ ദാറ്റ് വാസ് ആൻ അബ്യൂസ്. എനിക്ക് അറിഞ്ഞുണ്ടായിരുന്നു. തെളിവുണ്ട്, തെളിവുണ്ട്. അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയാം. എനിക്ക് പല സ്ഥലത്തുനിന്ന് അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രം മെൻ, ഓൺലി മെൻ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപെടരുതാത്ത ചില ആൾക്കാരുണ്ട്. അവരാണ് RSS, നമ്മുടെ സോക്കോൾഡ് സംഘീസ്. അവരുടെ ക്യാമ്പുകളിലും അവരുടെ ഒരു പരിപാടികളിലും നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര മോശം, ഭയങ്കര ടോർച്ചറാണ്. മനസ്സിലാക്കുക. ഞാനൊരു അവരുടെ ITC ക്യാമ്പ് പോയിട്ടുണ്ട്. അവിടെ എനിക്കറിയാം, ഞാനിപ്പോയിട്ടുണ്ട്. മെന്റലി, ഫിസിക്കലി ആൻഡ് സെക്ഷലി ദേ ആർ അബ്യൂസിങ് ചിൽഡ്രൻ. ആരും തുറന്നു പറയാത്ത ദേ ആർ സെക്ഷലി അബ്യൂസിങ് ചിൽഡ്രൻ. സെക്ഷലി മാത്രമല്ല, അവര് ഫിസിക്കലി അബ്യൂസ് ചെയ്യും. അവർ പലതും ചെയ്തിട്ടുണ്ട്. എനിക്കനുഭവം. ലൈഫിൽ ഒരിക്കലും ഒരു RSSകാരനായിട്ട് ഇടപെടരുന്നു. പ്യൂർ അബ്യൂസേഴ്സ്. എനിക്ക് മാത്രമല്ല, പലർക്കും ആർക്കും നേരിട്ടിട്ടുണ്ട്. ഇന്നും തുറന്നു പറയാത്ത ഞാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ നിതീഷ് കണ്ണഞ്ചേട്ടൻ കണ്ടിന്യൂസ്ലി അബ്യൂസ് കണ്ടിന്യൂസ്ലി. നോക്കി, ഇത്തരത്തിൽ RSSന്റെ ശാഖയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇത്രയധികം മാനസിക പ്രയാസങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ള ആ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടും അതിനെക്കുറിച്ചൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തിയായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ നാം എല്ലാവരും കാണേണ്ടി വരുമായിരുന്നു. ചെയ്തവനൊരു മുസ്ലിം ആകണ്ട, ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയായാൽ മതി, അതിനെ വളച്ചൊടിച്ച് അത് ഇസ്ലാം എന്നത് തീവ്രവാദത്തിന്റെ മതമാണ്, ഇസ്ലാമിന്റെ കുഴപ്പമാണ് എന്നുള്ള തരത്തിലേക്ക് വിഷയങ്ങൾ മാറ്റിമറിച്ചേനെ. മുസ്ലിമുകൾക്കെതിരെ എന്തെങ്കിലും വിഷയം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന യുക്തിവാദി വേഷം അണിഞ്ഞ സംഘികളുടെ പണം പറ്റി ജീവിക്കുന്ന ആരിഫ് ഹുസൈൻ അടക്കമുള്ള ജാമിദ് അടക്കമുള്ള സകല വർഗീയവാദികളും ഇതിനെക്കുറിച്ച് കണ്ടമട്ടേയില്ല. ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കുന്ന പോലുമില്ല. കാരണം സംഘികളുടെ പണം പറ്റി ജീവിക്കുന്ന ഇവറ്റകൾ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, നിശബ്ദമായിരിക്കുന്നു എന്നുള്ളതാണ്. RSSനെ കുറിച്ചും RSSന്റെ ശാഖകളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം വർഗീയവാദികൾ തിരിച്ചു ചോദിക്കുന്നത് മദ്രസകളിൽ തീവ്രവാദം പഠിപ്പിക്കുന്നു എന്നൊക്കെയാണ്. മദ്രസകളിൽ എവിടെയാണ് തീവ്രവാദം പഠിപ്പിക്കുന്നത്? എവിടെയെങ്കിലും ഏതെങ്കിലും ഒന്ന് കാണിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. മദ്രസകളിൽ പഠിപ്പിക്കുന്നത് സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും ബഹുസ്വരതയുടെയും പാഠങ്ങളാണ്. എന്നാൽ നേരെ മറിച്ച് RSSന്റെ ശാഖകളിൽ പഠിപ്പിക്കുന്നതോ മുസ്ലിമീങ്ങളെക്കുറിച്ചുള്ള വെറുപ്പും വിദ്വേഷവും പഠിപ്പിക്കുക. അതോടൊപ്പം ഇതുപോലെയുള്ള മാനസികമായ പീഡനങ്ങളും പ്രയാസങ്ങളും ഇതുപോലെയുള്ള ചെറുപ്പക്കാർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കിത് അനന്തുവിന് മാത്രം സംഭവിച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതുപോലെ എത്ര ചെറുപ്പക്കാർ അവിടെ മാനസിക പ്രയാസങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരാരും തുറന്നു പറയുന്നില്ല. തുറന്നു പറയാൻ ഭയമാണ്. തങ്ങളെ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നുള്ള ഭയം കൊണ്ട് അവരാരും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. RSSന്റെ ശാഖകളിൽ നടക്കുന്ന ക്ലാസുകൾ എന്താണ് എന്നുള്ളത്, അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് വീഡിയോയിലൂടെ, ചാനലിലൂടെ പുറത്തുവിടാൻ ഇവർ തയ്യാറാകുമോ? ഒരിക്കലുമില്ല. നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത് മദ്രസയിലേക്ക് കുട്ടികൾക്ക് പോകാൻ പറ്റാതിരുന്ന സമയത്ത് ആ കുട്ടികൾ മദ്രസയിലെ ക്ലാസുകൾ പഠിച്ചിരുന്നത് യൂട്യൂബ് വഴിയായിരുന്നു, ഓൺലൈൻ വഴിയായിരുന്നു. ഇത്തരം വർഗീയവാദികൾ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ആ പാഠങ്ങൾ ഇന്നും യൂട്യൂബിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതുപോലെ RSSന്റെ ശാഖകളിൽ അവർ അവിടെ പഠിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളത് ഇതുപോലെ യൂട്യൂബിലൂടെ കാണിക്കാൻ സാധിക്കുമോ? ഒരിക്കലും കാണിക്കാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം വിദ്വേഷമാണ് അവർ അവിടെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്.